വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് 10th സ്റ്റേറ്റിൻ്റെ CBSEയുടെയൊക്കെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഒരു പോർഷനാണ്. ഓക്കെ, നമുക്ക് അതിനകത്ത് എൻ്റെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് one is the heat generation by electrical current in a conductor is an inevitable consequence. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് കറണ്ട് കൊണ്ട് നമ്മൾ തീ കത്തിച്ചോ അല്ലാതെയൊക്കെ അത് കത്തിച്ചുണ്ടാക്കുന്ന ഇലക്ട്രിക് ഹീറ്റ് അല്ലാതെ ഇലക്ട്രിസിറ്റി കൊടുത്ത് നമുക്ക് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഹീറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഉണ്ടാക്കിയത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു കണ്ടുപിടുത്തമാണ്. ഓക്കെ, ഇറ്റ്സ് എ ഫോം ചേഞ്ച് ഓഫ് ടു എനർജീസ്. അതായത് ഒരു എനർജി മറ്റൊരു എനർജി, രണ്ട് എനർജികളുടെ നമ്മൾ ഫോം ചേഞ്ച് ആണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ഇവിടെ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, ഹീറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ ഫോളോവിങ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇനി കുറച്ച് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് ഹീറ്റ് കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ലാൻഡ്രി അയൺ. നമ്മൾ പവർ ലാൻഡ്രി വലിയ വലിയ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹെവി ഇതിനകത്തുള്ള നമുക്ക് അയണിങ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ ഉള്ള ഇത്. ഓക്കെ, ദെൻ ടോസ്റ്റേഴ്സ്, നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള. പിന്നെ ഓവൻ, നമ്മൾ അതും ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള തന്നെയാണ്. ദെൻ കെറ്റിൽ, അത് വെള്ളം ചൂടാക്കുന്നതിനും മറ്റു ചായ എടുത്ത് അങ്ങനെയുള്ള നിങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഹീറ്റർ. നമ്മളെ അതും ഇതാണ് നമ്മുടെ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അടുത്തത് അയൺ ബോക്സ്, നമുക്ക് തുണിയൊക്കെ ഇസ്തിരി ഇടുന്നതിന്. അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഇനിയും നമുക്ക് എന്താ പറയാം, ഹീറ്റ് പ്രൊഡ്യൂസേഴ്സ് ലൈറ്റ് ആൾസോ അല്ലേ. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ ഫിലമെന്റ് ലാമ്പുകളാണ്. അപ്പോൾ ഈ ഫിലമെന്റ് ലാമ്പിനകത്തുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത് അറിയാമോ? അതിനകത്ത് ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ഉരുവി കത്തി മാറുന്നതിനുള്ള അത്രയും മാക്സിമം ടെമ്പറേച്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3380 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം തിളയ്ക്കുന്ന പോലെ 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് ഓർമ്മിക്കണം. അതിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചൂടെന്ന് പറയുന്നത് 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി സേഫ്റ്റി ഫ്യൂസ്, നമ്മൾ ജൂൾസ് ലാ പ്രകാരം നമ്മൾ പറഞ്ഞു പിടിച്ച സാധനത്തിനാണ്. സേഫ്റ്റി ഫ്യൂസും ഇത് തന്നെയാണ് വേറൊരു എക്സാമ്പിളാണ്. അപ്പം സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ്, അതിനകത്ത് നമ്മൾ പല ആംബിയറിനനുസരിച്ചുള്ള ഗേജിനനുസരിച്ച് നമ്മൾ ഫ്യൂസ് വയർസ്, അതൊരു അലോയ് മെറ്റലാണ്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് കോമ്പൗണ്ടിങ് മെറ്റീരിയൽ കോമ്പൗണ്ടിങ്, അതാണ് അലോയ്. അപ്പോൾ അത് അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പല ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 1 ആംബിയർ, 0.5 ആംബിയർ, 2 ആംബിയർ, 3 ആംബിയർ, അങ്ങനെ നമുക്ക് മുകളിലേക്ക് എത്ര ആംബിയർ വേണമെങ്കിലും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ ഇനി ഏകദേശം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.